സ്ലിപ്പ് നോക്കിക്കോളൂ സാർ. അതിന് ഈ 10 സ്ലിപ്പ് നോക്കിക്കോളൂ. ഇതിനൊക്കെ നോക്കാം. വേണോ ഇപ്പുറത്തെ പോയി കഴിഞ്ഞിട്ടുണ്ടോ സമയം കഴിഞ്ഞു. അതെ നല്ല പോളിംഗ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഇന്ന് വലിയ ചൂട് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ മെഷീൻ്റെ അവിടെ ചില വെളിച്ചക്കുറവുണ്ട്. അത് ഞാൻ അവരുടെ പോളിംഗ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്, പ്രിസൈഡിങ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആളുകൾക്ക് അത് കാണാൻ, ഒരുപക്ഷെ പ്രായ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ കണ്ണാടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണാടി ഇല്ലാതെയൊക്കെ വന്ന് നോക്കിയാൽ ലേശം ഒരു വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലേശം ജനലിൻ്റെ അങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ മതി. പ്രൈവസിക്കും കുഴപ്പമുണ്ടാവില്ല, നല്ല വെളിച്ചം ഉണ്ടാവും. അത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉടനെ കോട്ടയത്ത്. ഇല്ല, അത് കിട്ടാൻ സാധ്യത കുറവാണ്. പരമാവധി ഓടിയൊന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തോ വിജയപ്രതീക്ഷയെക്കുറിച്ച് സംശയമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ, UDFൻ്റെ ഒരു വിലയിരുത്തലിൽ കോട്ടയം എന്നല്ല 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം UDF വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് UDF നേതൃത്വം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. കാരണം പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടും UDFന് അനുകൂലമാണ്. പൊതുവെ ജനങ്ങളൊരു വലിയ പ്രതിഷേധവും ഒരു മാറ്റവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് UDFന് അനുകൂലമായിട്ടേ അത് വരും.